ഹലോ ഗീസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ജാപ്പനീസ് സീരീസ് ആയ സുക്കിമിച്ചി മോളെ ഫാന്റസി സീസൺ 2 എപ്പിസോഡ് 9 ആണ്. വീഡിയോ കാണുന്നതിൽ മാക്സിമം ലൈക്ക് അടിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ കുറേ സമയങ്ങളിൽ നമുക്ക് വീഡിയോ കിട്ടുക. ഹ്യൂമനോട് എക്സ്പെരിമെന്റിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഹീറോ ലൈമിനെ അയച്ചിട്ടുണ്ടായിരുന്നു. ലൈം ഇന്ന് ഇവിടെ ഉച്ചയ്ക്ക് മുമ്പ് എത്തേണ്ടതാണ്, എന്നിട്ടും അവൻ വന്നിട്ടില്ല. അതുപോലെ അവനെ ടെലിപ്പതി യൂസ് ചെയ്ത് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഈവ പറയുന്നു. ഞാൻ അവനിലേക്ക് ആരെയും കൊല്ലണ്ടെന്നാ പറഞ്ഞത്, അതുകൊണ്ട് അവൻ വല്ല പ്രശ്നത്തിൽ പെട്ടെന്ന് അറിയത്തില്ല എന്ന് ഹീറോ ആലോചിക്കുന്നു. നിങ്ങൾ ആ ഡീമർ റോജനെ വിശ്വസിക്കാനേ പാടില്ലായിരുന്നു, അവളത്ര ശരിയല്ല എന്ന് ഷീക്ക് പറയുന്നു. പിന്നെ കാണിക്കാൻ ലൈമിനെയാണ്. അവനെ ആരോ പൂട്ടിയിട്ടേക്കുവാണ്. അവന്റെ കൂടെ ആ ലൈബ്രറിയിലുള്ള പെണ്ണുമുണ്ട്. ഞാൻ കാരണമല്ലേ നിന്നെ അവർ പിടിച്ചേ എന്ന് അവൻ ചോദിക്കുന്നു. അല്ല, ഞാൻ അറിഞ്ഞോണ്ട് പിടികൊടുത്തയാ എന്ന ലൈബ്രറിയും പറയുന്നു. പിന്നെ കാണിക്കാൻ നേരത്തെ ഒന്നും നടന്നതെന്നാണ്. ലൈമ് പെട്ടെന്ന് ഒരുത്തിന്റെ നേരെ അവന്റെ വാള് വെക്കുന്നു. എനിക്ക് ചത്ത് വീണ് റീഇൻകാർണേഷൻ ആവാൻ വേണ്ടി താല്പര്യമില്ല എന്നവൻ പറഞ്ഞിട്ട് അവന്റെ ഓവർ ഇൻക്രീസ് ചെയ്യുന്നു. ഗോഡ്സ് ബ്ലെസ്സിംഗ് എന്ന മാജിക് റിംഗ് അവൻ യൂസ് ചെയ്യുന്നു. നിന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ലൈമിന്റെ പവർ വെച്ചിട്ട് ലൈമിനെ അറ്റാക്ക് ചെയ്യുന്നു. ലൈം അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ പെർഫെക്റ്റ് ആവുന്നില്ല. എന്നാൽ അവന്റെ അറ്റാക്കിൽ ലൈമ് തെറിച്ചുപോയി വീഴുന്നു. ലൈമിനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ആ ആൾക്കാരെ വന്നിട്ടുണ്ട് അവരുടെ കണ്ണിപ്പെടാൻ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട് എന്ന് പറഞ്ഞ് അവനോട് തോന്നുന്നു. പെട്ടെന്ന് ലൈമിനെ രക്ഷിക്കാൻ വേണ്ടി ആ ലൈബ്രറിയും വരുന്നു. എന്നാൽ അവർ രണ്ടുപേരും ആ ഓർഗനൈസേഷന്റെ ആൾക്കാർ പിടിക്കുന്നു. ഞാൻ നിന്നെ രക്ഷിക്കാനോ നോക്കിയേ എന്നാൽ ലൈബ്രറിയും പറയുന്നു. ഞാൻ കോസിനോട് ട്രെയിനിങ് കമ്പനിയുള്ളവനാ എന്ന് ലൈമ് പറയുന്നു. അപ്പം നീ ഒരു ബോഡി ഗാർഡാണോ എന്ന് അവൾ ചോദിക്കുന്നു. നിനക്ക് ഇവിടുന്ന് എങ്ങനെയും പുറത്തു പോകണമെന്നല്ല ആഗ്രഹം, നിന്നെ ഞാൻ രക്ഷിച്ച എൻ്റെ മാസ്റ്ററിന് എന്ത് പ്രയോജനം എന്ന് ലൈമി ചോദിക്കുന്നു. നിന്റെ മാസ്റ്റർ ഒരു ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എനിക്ക് അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാം. അതുകൊണ്ട് നീ രക്ഷിക്കുവാണെങ്കിൽ ഞാൻ നിന്റെ മാസ്റ്ററിന് ഡീറ്റെയിൽ കൊടുക്കുക, അതുപോലെ തന്നെ രക്ഷിച്ചാൽ ഞാൻ റിവാർഡും തരാം എന്ന് അവൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ എന്നെ അറ്റാക്ക് ചെയ്തതിൻ്റെ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട് എന്ന് ലൈമ് പറയുന്നു. ഓർഗനൈസേഷൻ്റെ അടുത്ത് എന്നെ നിങ്ങൾ രക്ഷിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ റിവാർഡ് നിങ്ങൾക്ക് തരാം എന്ന് അവൾ പറയുന്നു. ലൈമു അതിന് സമ്മതിക്കുന്നു. ലൈമു പെട്ടെന്ന് അവൻ്റെ കിടന്നിട്ട് ചെയ്യും വെപ്പണായിട്ട് മാറ്റുന്നു. നിങ്ങൾ ഇതിനു മുമ്പ് വാജിക്കൽ വെപ്പണൊന്നും കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ ലൈം ആ ജയിലിന്റെ കമ്പിയൊക്കെ വെട്ടിക്കളയുന്നു. വാ നോക്കിടന്ന് പോവാം എന്ന് ലൈമു പറയുന്നു. അവരാ സ്ഥലത്തോട്ട് പോയി നോക്കിയാൽ ഹ്യൂമൻസിനെ വേറെ ജീവികളെ വെച്ച് കുറെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ഥാനം തന്നെ മൊത്തത്തിൽ ടെററായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും ഹ്യൂമൻസിനെ എങ്ങനെ ഇവർ കടത്തിക്കൊണ്ട് വന്ന് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്ന് പറയാൻ ലൈബ്രറിയെ ഷോക്കായിട്ട് ഇരിക്കുന്നു. ഇവരെല്ലാവരും ഓരോന്ന് വിഷയം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരെല്ലാം ഫ്രീ ആക്കാം എന്ന് പറയാൻ ലൈമ മൊത്തം സ്ഥലം ഡിസ്ട്രോയ് ചെയ്യുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോനെ ഷീക്കിനെയാണ്. ലൈമ് ലാസ്റ്റായിട്ട് ഈ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. മാസ്റ്റർ, എനിക്ക് ഈ സ്ഥലത്തൊരു ഡ്രാഗന്റെ പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഷീക്ക് പറയുന്നു. ചിലപ്പോൾ ആ സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്ന ആ ഡ്രാഗൻ ആയിരിക്കും എന്ന് ഹീറോ ആലോചിക്കുന്നു. മാസ്റ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ടോമെഡിക്കലും മീഡിയക്കലും ഇൻഫോം ചെയ്യണം. എന്റെ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്തവന്മാർക്കെതിരെ നല്ലൊരു പ്രതികാരം ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റി ഇതാണ്. അവന്മാരെ തട്ടിയിട്ട് ടോമിനെ മീനെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ നടക്കുവാണെങ്കിൽ മീയെ ടോമി എന്നെ ബഹുമാനിക്കും, പിന്നെ ഞാനായിരിക്കും മെയിൻ എന്ന് പറഞ്ഞ് ഷീക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. മാസ്റ്റർ, ഞാൻ വന്നു എന്ന് പറയാൻ ലൈം അവിടെ എസ്കേപ്പായിട്ട് വന്നു. അവൻ ഹീറോനെ ഈവേനെ കാണിച്ചു കൊടുക്കുന്നു. ഈവ, നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക എന്ന് ഹീറോ ചോദിക്കുന്നു. എടാ ലൈമേ, നീ എന്തിനാണ് ഇപ്പൊ വന്നേ? എന്റെ പ്രതികാരം ചെയ്യാനുള്ള പ്ലാനൊക്കെ നീ നശിപ്പിച്ചു കളഞ്ഞു. നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലടാ എന്ന് പറഞ്ഞ ഷീക്ക് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. ലൈമ് കൊടുത്ത റിപ്പോർട്ട് ഹീറോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈമിനെ അടിച്ചിടാൻ പറ്റിയ സ്ട്രോങ് ആവരുത്. ഹ്യൂമനോട് എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. ആരായിരിക്കും അവൻ എന്ന് പറഞ്ഞ് ഹീറോ ആലോചിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഷീക്ക് വരുന്നു. ലൈമിലേക്ക് പ്രോമിസ് ചെയ്ത ആ ഇൻഫർമേഷൻ പറയാൻ വേണ്ടി ഇവ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് ഷീക്ക് പറയുന്നു. ഓർഗനൈസേഷൻ്റെ അടുത്തുനിന്ന് പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് റിവാർഡ് തരാം. എന്നാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ ഇൻഫർമേഷൻ ഇപ്പം തന്നെ പറയാം. നീ ഒന്ന് നോക്കിക്കൊണ്ടിരുന്ന രണ്ടുപേരും എനിക്ക് നല്ല രീതിക്ക് തന്നെ അറിയാം. അയാളൊരു നോബിളായിരുന്നു. ഒരു രാജ്യത്തൊരു ചെറിയൊരു ഓഫീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ആ ലേഡി വേറൊരു കൺട്രിയിലെ പീസസ് ആണ്. ചെറിയൊരു സ്റ്റേറ്റായ കൊളാനിയെ വെച്ച് അവർ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ അവരുടെ മാരേജ് ദിവസം ഇൻഗേഷൻ ഉണ്ടായി. അത് കാരണം അവിടെ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി. അവർക്ക് അവരുടെ റിംഗ് പോലും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ അതിനുശേഷം അവരെ ആരും കണ്ടിട്ടില്ല എന്ന് അവൾ പറയുന്നു. 10 വർഷം മുമ്പ് നടന്ന ഡീമൻ ഇൻക്വേഷനെ പറ്റിയായിരിക്കും അവൾ പറയുന്നത് എന്ന് ഹീറോ ആലോചിക്കുന്നു. അല്ല, അവരുടെ പറ്റി നിനക്കെങ്ങനെ അറിയാം എന്ന് ഹീറോ ചോദിക്കുന്നു. ഞങ്ങളും കൊളോണിയിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനും എൻ്റെ സിസ്റ്ററും മാത്രമാണ് ആ കൺട്രിയിലെ ലാസ്റ്റ് സർവൈവർ. ഞങ്ങൾ കൺട്രി വിട്ടിട്ട് പേടിച്ച് ഓടി വന്നതാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഓടി വന്നുകൊണ്ട് കുറേ ആൾക്കാർ ഞങ്ങളെപ്പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഓടി വന്നുകൊണ്ട് ഞങ്ങൾ ആ അഭിമാനങ്ങൾക്ക് സഹിച്ചേ പറ്റൂ എന്ന് ഇവ പറയുന്നു. ആ അസാസിൻ ഗിൽഡിന് എല്ലാ സ്ഥലത്തും ആളുകളുണ്ട്. കൊളോണിയെ ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചു പിടിക്കണം. അതുകൊണ്ട് ആ ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയത്. എന്നാൽ ലൈമിനെ രക്ഷിക്കാൻ പോയതുകൊണ്ട് എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് അവൾ പറയുന്നു. ഓ അങ്ങനെയാണോ, എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളാം, നീ പേടിക്കണ്ട എന്ന് ഹീറോ പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഗോഡ്സിനെ എതിർക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടല്ലേ എന്ന് ഹീറോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഹീറോ എന്തോ പെട്ടെന്ന് സെൻസ് ചെയ്യുന്നു. പെട്ടെന്ന് ലൈം അങ്ങോട്ട് വരുന്നു. മാസ്റ്റർ, എന്നെ അറ്റാക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് ലൈം പറയുന്നു. പെട്ടെന്ന് ടോമയെ മീയും അങ്ങോട്ട് വരുന്നു. മാസ്റ്റർ, കഴിഞ്ഞോട് സംഭവിച്ചോ ഇത്ര സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് ടോമയെ മീയും പറയുന്നു. പിന്നെ ലൈമ, നീ അത് ഇടവേണ്ട എന്ന് ടോമയെ പറയുന്നു. ശരി ലൈം, നീ ഇവിടുന്ന് നോക്കൂ, ഇത് കുറച്ച് ഡേഞ്ചറാ എന്ന് ഹീറോയും പറയുന്നു. പെട്ടെന്ന് ലൈമെ അറ്റാക്ക് ചെയ്യാൻ സ്ട്രോങ് ആയിട്ടുള്ളവൻ അങ്ങോട്ട് വരുന്നു. ഹായ്, എന്തൊക്കെയുണ്ട്? ഞാൻ ഈ അഡ്വഞ്ചർ ഗിൽഡിന്റെ ഗിൽഡ് മാസ്റ്ററാ. ഞാൻ നിങ്ങളുടെ എംപ്ലോയിനെ അറ്റാക്ക് ചെയ്യുന്ന സോറി വയ്ക്കാൻ വേണ്ടി വന്നേ എന്ന് അവൻ പറയുന്നു. എനിക്ക് ഫ്രൂട്ട്സ് ഒക്കെ വെട്ടിക്കൊണ്ടെത്താ എന്നവൻ മിയടയ്ക്ക് ചോദിക്കുന്നു. ടെലിപ്പതി യൂസ് ചെയ്ത് ഹീറോ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. അതുപോലെ നല്ലൊരു ചായ കൂടെ എടുത്തു എന്നവൻ മിയടയ്ക്ക് പറയുന്നു. ഇവന് വല്ല വിഷവും കലക്കി കൊടുത്താല എന്ന് മിയ ആലോചിക്കുന്നു. അല്ല, നീ എന്തിനാണ് വന്നേക്കുന്നത് എന്ന് ഹീറോ ചോദിക്കുന്നു. നീ എൻ്റെ അടുത്ത് ഇങ്ങനെ എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല മാക്കട്ടോ, നീ നോർമലായിട്ട് സംസാരിച്ചതായി എന്ന് അവൻ പറയുന്നു. അപ്പം നീ ഹ്യൂമൻ അല്ലേ എന്ന് ഹീറോയോടൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഇതാണല്ലേ എൻ്റെ റിയൽ വോയിസ്, ഇതൊക്കെ നല്ല രസമുണ്ട് എന്ന് അവൻ പറയുന്നു. അല്ല, നീ ആരാ എന്ന് ഹീറോ ചോദിക്കുന്നു. ഓ, ഞാൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലേ, നീ കളിച്ചതൊക്കെ മതി ബാഞ്ചുക്കോ എന്ന് ടോമോ പറയുന്നു. ബാഞ്ചുക്കു എന്ന് പറഞ്ഞാൽ ആ സ്ട്രോങ് വെച്ച് ഫയർ ഡ്രാഗിനെ ഉള്ളൊന്നല്ലേ, ഈ വള്ളിയൊക്കെ എന്റെ തലേ വന്ന് കയറുന്നേ എന്ന് പറയും ഹീറോ ഷോക്കാവുന്നു. മിഡ്സ്റൂയി, ബാഷുക്കുൻ, അക്കാരി, സസാനാമി പിന്നെ യാമട്ടോ, മൊത്തത്തിൽ ഈ വേൾഡിൽ 5 സ്ട്രോങ് വെച്ച് ഡ്രാഗൺസ് ഉണ്ട്. നീ എന്താടി ഒരു മര്യാദയില്ല സംസാരിക്കുന്നേ എന്ന് അവൻ ചോദിക്കുന്നു. ഇപ്പൊ എന്റെ പേര് അതൊന്നുമല്ല, എന്റെ പേര് ടോമോയെ എന്ന് അവള് പറയുന്നു. ഇവളെന്റെ ഫണ്ണങ്ങ് കളഞ്ഞു, ഞാൻ നിന്നെ ശല്യം ചെയ്യാൻ മതിയൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൻ ഹീറോയുടെ അടുത്ത് പോകുന്നു. അവിടെ നിൽക്കി, നീ ഇപ്പൊ ആളായിട്ട് എത്ര നാളാണ് ജീവിച്ചോണ്ടിരിക്കുന്നത് എന്ന് ടോമോ ചോദിക്കുന്നു.
അത് ഒത്തിരി ഒന്നും ആയില്ല, ഒരു 300 വർഷം. പെണ്ണായിട്ട് ഒരുപാട് പേരെ സെഡ്യൂസ് ചെയ്ത് ബോറടിച്ചു. അതിനകത്ത് ഒരുത്തിനെ മാത്രം എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അവൻ എന്നെ ഒത്തിരി സിൻസിയറായിട്ട് ലവ് ചെയ്തത്. വേണമെങ്കിൽ മാക്കട്ടോ നീ പറ, ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു പെണ്ണായിട്ട് മാറാം. ഓ ആവശ്യമില്ല എന്ന് ഹീറോ പറയുന്നു. അല്ല ഇവിടെ നിന്ന് നടന്നോണ്ടിരിക്കുന്നത് എന്ന് പറയും മിയ വരുന്നു. ഞാൻ അവനെ സെഡ്യൂസ് ചെയ്യുക എന്ന് അവൻ പറയുന്നു. ഇവൻ ഗ്രേറ്റ് ഡ്രാഗൻ ആണെങ്കിൽ ശരി, അല്ലെങ്കിൽ ശരി ഇവനെ തട്ടിയാലാ, അല്ലെങ്കിൽ ശരി ഇവനെ വെച്ചൊക്കെ ഡ്രാഗൻ മന്തി ഉണ്ടാക്കാം എന്ന് മിയയും ടോമയും പറയുന്നു. ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നു. ഗെയ്സ് ഞാൻ ഫൈറ്റിന് വന്നതല്ല, ഞാൻ അഡ്വഞ്ചർ ഗിൽഡ് മാസ്റ്ററായിട്ട് വന്നേ എന്ന് അവൻ പറയുന്നു. ഓ അങ്ങനെയാണോ എന്ന് ഹീറോ ചോദിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഷീക്കിനെയാണ്. ഷീക്ക് റോണനെ കണ്ടിട്ട് ഹ്യൂമനോട് എക്സ്പെരിമെന്റ് ഒക്കെ നശിപ്പിച്ചെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന കാര്യം ആർക്കൊരു ഡൗട്ടും ഇല്ലാതെ തീർത്തിട്ടുണ്ട് എന്ന് റോൺ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോനെയാണ്. മാക്കട്ടോ ഈ അഡ്വഞ്ചർ ഗിൽഡ് ഉണ്ടാക്കി തന്നെ ഞാനാണ്. അതും 1000 വർഷങ്ങൾക്ക് മുമ്പ് വേറെ വേൾഡിൽ നിന്ന് എന്റെ മാസ്റ്ററാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത് എന്നാ ഡ്രാഗൻ പറയുന്നു. അപ്പൊ ആ 2 ഹീറോസും ഞാനും അല്ലാതെ വേറെയും കുറെ ഹീറോസ് ഒക്കെ ഇങ്ങോട്ട് സമണായിട്ടുണ്ടല്ലേ എന്ന് ഹീറോ ആലോചിക്കുന്നു. ഗിൽഡ് കാർഡ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് അതൊരു ലെവലപ്പ് സിസ്റ്റം ആണ്. എപ്പോഴെങ്കിലും നീ ആലോചിച്ചിട്ടുണ്ടോ ഇതിന്റെ ലെവലപ്പ് സിസ്റ്റം എന്ന് പേരിട്ടേക്കുന്നതെന്ന്? ഞങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പല പേരും വെക്കായിരുന്നു എന്ന് അവൻ പറയുന്നു. അത് ശരിയാണല്ലോ, ഇത് വീഡിയോ ഗെയിമിൽ വരുന്ന പോലെ ഉണ്ടല്ലോ എന്ന് ഹീറോ ആലോചിക്കുന്നു. എന്താണെന്നാൽ വേറെ വേൾഡിൽ നിന്ന് വന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാ എന്ന് അവൻ പറയുന്നു. നീ എന്തിനാ അങ്ങനെയതെ എന്ന് ടോമി ചോദിക്കുന്നു. ആ ഗോഡ്സിന്റെ ബ്ലെസ്സിംഗ് ഹ്യൂമൻസിന്റെ പോപ്പുലേഷൻ കൂടി വന്നു. ആ പോപ്പുലേഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഈ അഡ്വഞ്ചർ ഗിൽഡ് ഉള്ളത്. സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന പീപ്പിൾസ് ഒക്കെ ഈ ലെവലപ്പ് സിസ്റ്റം കണ്ടു. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും സ്ട്രോങ് ആവണമെന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ അവരെല്ലാവരും മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോൾ ഹ്യൂമൻ പോപ്പുലേഷന്റെ പകുതിയായി മാറി എന്ന് അവൻ പറയുന്നു. ഹ്യൂമൻ പോപ്പുലേഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതായിരുന്നു നിങ്ങളുടെ ഐഡിയ എന്ന് ടോമയെ ചോദിക്കുന്നു. ഈ ഗിൽഡിന്റെ ഹൈസ്റ്റ് ലെവൽ ടോട്ടൽ എത്രയാണ് നിങ്ങളുടെ വിചാരം? 65,970 എന്ന് അവൻ പറയുന്നു. അല്ലെങ്കിൽ 60 ബീറ്റ് ഇംഗ്ലീഷ് ആണ് കണക്കാണല്ലോ തന്നെ. അല്ല നിന്റെ മാസ്റ്റർ 1000 വർഷം മുമ്പ് സമണയെന്നല്ലോ പറഞ്ഞേ. എന്നാൽ എന്റെ വീട്ടിൽ വീഡിയോ ഗെയിമൊക്കെ ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്തത് എന്ന് ഹീറോ പറയുന്നു. ഞാനിനി പറയാൻ പോകണം, നിങ്ങൾ കെയർഫുൾ ആയിട്ട് വേണം കേൾക്കാൻ, അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാവും എന്ന് അവൻ പറയുന്നു. കെയർഫുൾ ആയിട്ട് മര്യാദ ശ്രദ്ധയോടെ കേൾക്കണമെങ്കിൽ അത് മീനെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ ഹീറോ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ മീൻ അവിടെ ഉറങ്ങുന്നു. പാരൽ വേൾഡ്, ടൈം ട്രാവൽ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഹീറോയ്ക്ക് ഡ്രാഗൻ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഹീറോയ്ക്ക് ഒരു തേങ്ങ മനസ്സിലാവുന്നില്ല. അപ്പോൾ നീ പറയുന്നത് എന്റെ വേൾഡിനും ഈ വേൾഡിനും നല്ല രീതിക്ക് ടൈം ഡിഫറൻസ് ഉണ്ടെന്നാണോ എന്ന് ഹീറോ ചോദിക്കുന്നു. ഇവന്റ് എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ടോമയും പറയുന്നു. ആ ഗോഡ്സിനെ ഓർഗനൈസേഷന് മാത്രമല്ല വേറെയും കുറെ മനുഷ്യർക്കൊന്നും ഇഷ്ടമല്ല. നിനക്ക് നിന്റെ വേൾഡിലോട്ട് തിരിച്ചു പോകണമെന്നല്ല ആഗ്രഹം. നിന്റെ ഉള്ള മാനം വെച്ച് നോക്കുമ്പോൾ നിന്നെ കൊണ്ട് വേറെ വേൾഡ് പോകാൻ പറ്റും. എന്നാൽ അത് റാണ്ടമായിട്ടായിരിക്കും, എന്നാൽ നിന്റെ വേൾഡ് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പോകാൻ തന്നെ മില്യന് 1% മാത്രമേ ചാൻസ് ഉള്ളൂ എന്ന് അവൻ പറയുന്നു. ആ ഇതിനിടയ്ക്ക് ശീക്കിയും പറഞ്ഞ് എന്ന് ഹീറോ ആലോചിക്കുന്നു. എങ്കിൽ ശരി ഞാൻ പോണു എന്ന് പറയാൻ ഡ്രാഗൻ പോകാൻ പോകുന്നു. എങ്കിൽ ശരി വാ നിന്നെ അവിടെ വരെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ ടോമി അവൻ്റെ കൂടെ പോകുന്നു. എനിക്ക് എന്റെ വേൾഡ് തന്നെ തിരിച്ചു പോകണമെന്നാണ് ആഗ്രഹം. എന്നാൽ ഈ വേൾഡ് എന്നെ വിശ്വസിച്ച് കുറെ പേരുണ്ട് എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഡ്രാഗൻ ടോമയും കൂടെ സംസാരിച്ചുകൊണ്ട് പോകുന്നതാണ്. ഞാൻ പറഞ്ഞ ആരെയൊക്കെ നിനക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം, എന്നിട്ടെന്താ നീ മനസ്സിലാവാത്ത പോലെ അഭിനയിച്ചേ എന്നാ ഡ്രാഗൻ ടോമയോടൊക്കെ ചോദിക്കുന്നു. ശരിക്കും എന്റെ മാസ്റ്റർ കൊണ്ട് ഒറിജിനൽ വേൾഡ് പോകാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുന്നു. അവന്റെ ഒറിജിനൽ വേൾഡ് അവൻ പോകുന്നത് നിനക്ക് ആഗ്രഹമില്ലല്ലേ എന്ന് അവൻ ചോദിക്കുന്നു. എനിക്കെല്ലാം എന്റെ മാസ്റ്ററാണ്, എന്റെ മാസ്റ്ററിലാത്ത ഈ വേൾഡ് എനിക്ക് ബോറായിരിക്കും എന്ന് ടോമോ അറിയുന്നു. ഞാനും മാക്കട്ടോ അവനെ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. അവനെ കൊണ്ട് ഒരാൾ ഈസി ആയിട്ട് കൊല്ലാൻ പറ്റും. അതുപോലെ അവൻ അവന്റെ കൂടെയുള്ള ആൾക്കാരെ പറ്റി ഓർത്ത് സങ്കടപ്പെടുന്നു. അവന്റെ ആക്ഷൻസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആണ്, എന്നാൽ അവൻ ചൂസ് ചെയ്തേക്കുന്ന പാത്ത് വളരെ വലുതാണ്. വേറെ വേൾഡിൽ നിന്ന് 2 ഹീറോസും അവരുടെ വേൾഡ് വിട്ട് ഈ വേൾഡിൽ തന്നെ നിൽക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അവർക്ക് ഈ വേൾഡിൽ ഒരു ഗോൾ ഉണ്ട്. ഇപ്പൊ മാക്കട്ടോക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നെങ്കിൽ അവൻ ഈ വേൾഡിൽ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ അവൻ അവന്റെ വേൾഡ്. എന്നാൽ നീ അവന് മൂന്നാമതൊരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ പാരലൽ യൂണിവേഴ്സിലോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു പവർ. മൂന്നാമതായിട്ട് ഒരു ഓപ്ഷൻ കൂടെ കൊടുക്കുവാണെങ്കിൽ അവൻ ഉറപ്പായിട്ട് ഇവിടെ തന്നെ നിൽക്കാനേ തോന്നത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രാഗൻ ഇവിടെ നിന്ന് പോകുന്നു. മൂന്നാമതായിട്ടൊരു ഓപ്ഷനോ എന്ന് പറഞ്ഞിട്ട് ടോമെ ആലോചിച്ചോണ്ടിരിക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് മിയ വരുന്നു. നീ ആ ഡ്രാഗന്റെ കൂടെ ചേർന്ന് എന്തോ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക എന്ന് മിയ ചോദിക്കുന്നു. നീ എന്തിനാ ബെഡ്ഷീറ്റും കൂടെ നടക്കുന്നത് എന്ന് ടോമെ ചോദിക്കുന്നു. ഇതെനിക്ക് മാസ്റ്റർ എന്ന ഗിഫ്റ്റ് ആണ്, ഇത് അവിടെ ഇട്ട് വരാൻ എനിക്ക് തോന്നിയില്ല എന്ന് മിയ പറയുന്നു. ടോമെ നീ ആ ഡ്രാഗൻ പറഞ്ഞിട്ട് മാസ്റ്ററിനെതിരെ വല്ലതും ചെയ്യുവാണെങ്കിൽ എന്റെ സ്വഭാവം അങ്ങ് മാറും എന്ന് മിയ പറയുന്നു. ഉറപ്പായിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ഞാൻ അങ്ങനെ വല്ലതും ചെയ്യുവാണെന്ന് എനിക്ക് തോന്നുവാണെങ്കിൽ നീ എന്നെ വന്ന് തടയും എന്ന് ടോമെ പറയുന്നു. ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് മിയ ഇവിടെ നിന്ന് പോകുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് മെയിനായിട്ട് കുറെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറീസും അതുപോലെ ഹീറോയുടെ അച്ഛനും അമ്മേനെ പറ്റിയുള്ള കുറെ ഇൻഫർമേഷനൊക്കെ പറ്റിയുള്ളതായിരുന്നു. ഇനി എന്തൊക്കെ നടക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ആണെങ്കിലും മാക്സിമം ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.